കെഎസ്ആർടിസിയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനുള്ള തീരുമാനം ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. നഷ്ടം ഉണ്ടാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനോട് പൂർണ്ണമായും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇത്തരം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികമായിരുന്നെങ്കിൽ എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചു പോവുകയാണ്. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കണം. ഇതാണ് ശരി. ദൈവം കാണിച്ചെന്ന് ശരി. അർഹതപ്പെട്ട ഒരാൾ സ്ത്രീയാണെങ്കിൽ സ്ത്രീക്ക് നീതി ലഭിക്കണം. അർഹതപ്പെട്ട ഒരാൾ പുരുഷനാണെങ്കിൽ ആ പുരുഷന് നീതി ലഭിക്കണം. ഒരിക്കലുമില്ല. സഹായങ്ങൾ ലഭിക്കുന്നതിന്റെ മാനദണ്ഡം ജെൻഡറായി മാറാതെ പകരം നീതിയായി മാറുക. ഇനി എന്തായാലും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കുടുംബത്തെ സ്വന്തം ചുമലിലേറ്റി ജീവിതം ഇന്ന് ഇല്ലാതായി കിടക്കുന്ന എത്രയോ പുരുഷന്മാർ എത്രയോ വീടുകളിൽ കിടപ്പുണ്ട്. വിശ്വസിച്ചേ പറ്റൂ. മാനദണ്ഡമായി സ്വീകരിക്കേണ്ടിയിരുന്നത് ജെൻഡർ ആയിരുന്നില്ല, പകരം സാമ്പത്തികമായിട്ടുള്ള ഒരുവന്റെ അവസ്ഥയായിരുന്നു. പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇപ്പോൾ ഈ സർക്കാർ ജോലിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥം? നീ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. മുൻപ് ആയിരുന്നെങ്കിൽ ഞാൻ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് ഈ കാര്യം മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞേനെ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നത് ഒരേ സമയം കെഎസ്ആർടിസിയും അതേസമയം തന്നെ പ്രൈവറ്റ് ബസ്സിനെയും ഇല്ലാതാക്കത്തക്ക ഒരു രീതിയിലുള്ള തീരുമാനമായി മാറും. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരാൾക്ക് സൗജന്യം കൊടുക്കുന്ന സമയത്ത് അയാളെ ചെറുതാക്കി കാണുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥം.